ഓൾറെഡി നമ്മൾ ഓൾട്ടർനേറ്റീവ് 2 ട്രേഡ്സാണ് ഇന്നലെ പ്ലാൻ ചെയ്ത് എടുത്തിരുന്നത്. ഒന്ന് ബിറ്റ്കോയിനും അതുപോലെ തന്നെ എത്തേറിയം ഓൾറെഡി നമ്മൾ എടുത്തിരുന്നു. രണ്ടും സെയിം റിസ്ക് ആയിരുന്നു ഓൾറെഡി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളോട് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഈ SL അടിച്ചാലും ഓൾറെഡി എത്തേറിയത്തിൻ്റെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റായി നമ്മൾ സ്റ്റിൽ അത്യാവശ്യം പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എത്തേറിയം സ്റ്റിൽ നമ്മൾ നോക്കി കാണാൻ സാധിക്കും എക്സാക്റ്റ് നമുക്കത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾറെഡി നമുക്ക് ഇന്നലെ നമ്മളതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ പുതിയൊരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം ഇന്ന് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തോ എന്നുള്ളത് നമുക്ക് ഓൾറെഡി നോക്കാം. നിങ്ങളിപ്പോൾ നമ്മൾ ചാർട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ ഇന്നലെ ഓൾറെഡി ഇങ്ങനെ ഒരു ഡൗൺ സൈഡ് അല്ലെങ്കിൽ സെൽ സൈഡിലേക്ക് ഓൾറെഡി ഒരു പൊസിഷൻസ് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. പക്ഷേ നമ്മൾ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി നമ്മൾ ഇന്നലെ ലിക്വിഫൈഡ് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി നമുക്കിവിടെ SL ഓൾറെഡി സംഭവിച്ചിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിയവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് എക്സാക്റ്റ് അഗ്രസീവ് മൂവ്മെൻറ്റ് നമ്മുടെ വ്യൂ ഓൾറെഡി താഴത്തേക്ക് തന്നെയായിരുന്നു. നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും മാർക്കറ്റ് ടൈമിൽ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് ഏകദേശം ഒരു 1 hour ക്യാൻഡിൽ മൂവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടാർഗറ്റിന് മേളെയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3200 പോയിൻറ്റ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. നമ്മുടെ വ്യൂ സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് SL സംഭവിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് അഗ്രസീവായിട്ട് ഓൾറെഡി മൂവ് ചെയ്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്കറ്റ് നമ്മൾ നെക്സ്റ്റ് ഉള്ള ലിക്വിഡിറ്റി ഓൾറെഡി ടേക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൈൻ 58,900 മാർക്കറ്റ് ടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എക്സാക്റ്റ് മാർക്കറ്റ് 58,150 വരെ മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇന്നലെ ഇതിനുള്ള ബെനിഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് കുറച്ച് ഫണ്ട് പോയതല്ലാതെ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു SL ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളോട് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എത്തേറിയത്തിൽ ഓൾറെഡി നമ്മൾ ഓൾട്ടർനേറ്റീവ് 2 ട്രേഡ്സാണ് ഇന്നലെ പ്ലാൻ ചെയ്ത് എടുത്തിരുന്നത്. ഒന്ന് ബിറ്റ്കോയിനും അതുപോലെ തന്നെ എത്തേറിയം ഓൾറെഡി നമ്മൾ എടുത്തിരുന്നു. രണ്ടും സെയിം റിസ്ക് ആയിരുന്നു ഓൾറെഡി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളോട് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഈ SL അടിച്ചാലും ഓൾറെഡി എത്തേറിയത്തിൻ്റെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റായി നമ്മൾ സ്റ്റിൽ അത്യാവശ്യം പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും എത്തേറിയം സ്റ്റിൽ നമ്മൾ നോക്കി കാണാൻ സാധിക്കും എക്സാക്റ്റ് നമുക്കത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾറെഡി നമുക്ക് ഇന്നലെ നമ്മളതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു 1:1.85 ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ്സ് പ്രോഫിറ്റ് തന്നതുകൊണ്ട് തന്നെ സ്റ്റിൽ നമ്മൾ ഇന്നലെ എൻഡ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വ്യൂ നോക്കാം. ഓൾറെഡി മാർക്കറ്റ് എക്സാക്റ്റ് ഒരു പുൾ ബാക്ക് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ചു. മാർക്കറ്റ് എക്സാക്റ്റ് ഒരു പുൾ ബാക്ക് തന്നു. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മളിനി പ്രതീക്ഷിക്കുന്നത് 52,600 അറ്റ് ടൈമിൽ ഒരു ദിവസം കൊണ്ട് വരുമെന്നല്ല പറയുന്നത്. ഇനി മാർക്കറ്റിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 52,600 ആയിരിക്കും. ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ വീണ്ടും മാർക്കറ്റിൻ്റെ വ്യൂ എക്സാക്റ്റ് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ ആയിരിക്കും. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ട്രേഡ്സുകളൊന്നുമില്ല, നമുക്ക് ഓൾറെഡി പ്ലാൻസുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് ട്രേഡ്സുകളൊന്നും എടുത്തിട്ടില്ല. സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് എക്സാക്റ്റ് ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ വെയിറ്റിംഗ് ആണ്. നിങ്ങളോട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എന്നും ട്രേഡ്സ് ഇല്ല എന്നുള്ളത്. നമുക്ക് സ്റ്റിൽ നല്ല ട്രേഡ്സുകൾ ഏകദേശം ഒരു മന്തിൽ ഒരു 13-14 എൻട്രീസ് കിട്ടിയാലായി. നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് ഉപയോഗിച്ച് നമുക്കൊരു 13-14 എൻട്രി നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഓൾറെഡി ഈ തവണ നമ്മൾ അത്യാവശ്യം ഈ ഒരു മന്ത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എൻട്രീസ് ഒന്നും എടുക്കുന്നില്ല. നമുക്ക് എപ്പോഴാണോ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ആ ടൈമിൽ മാത്രമേ നമ്മൾ എൻട്രീസ് എടുക്കുന്നുള്ളൂ. അത് സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ് മാർക്കറ്റ് നമുക്ക് നല്ലൊരു പോയിന്റിലേക്ക്. അപ്പം ഇന്ന് ഓൾറെഡി വെള്ളിയാഴ്ചയാണ്, നാളെ ശനി, നാളെ ഞായർ, ഈ 2 ദിവസങ്ങൾ ഓൾറെഡി നമ്മൾ ശനിയും ഞായറും സാധാരണ രീതി നമ്മൾ ട്രേഡ്സ് എടുക്കാറില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മാർക്കറ്റ് വോളിയം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ദിവസം നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ദിവസങ്ങൾ ഇനിയും ട്രേഡ്സ് ഇല്ല. അതായത് നിങ്ങൾക്ക് ട്രേഡ്സ് വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ ക്രിപ്റ്റോയിൽ ഓപ്ഷനിൽ സെല്ല് ചെയ്യാവുന്നതാണ്. ആ ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്തിട്ട് ഒരു $100-200 പ്രീമിയം ഉള്ളത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു $1 നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഓൾറെഡി നമ്മൾ ഫ്യൂച്ചർ ട്രേഡാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രേഡ്സുകളൊന്നും ഇനിയുള്ള 2 ദിവസങ്ങളിലേക്ക് നമുക്ക് ട്രേഡ്സുകളൊന്നും നിലവിലില്ല. നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ അടുത്ത ട്രേഡ്സ് പ്ലാൻ ചെയ്ത് നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ആ ടൈമിലേക്ക് നമ്മൾ നെക്സ്റ്റ് പ്ലാൻസ് എടുക്കുന്നത്. പക്ഷേ എന്താ നമുക്ക് നോക്കാം മാർക്കറ്റ് നെക്സ്റ്റ് എങ്ങനെ മൂവ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരുമോ അതോ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം. ബൈ ഓൾ.